അത് തന്നെ മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് കേരള സർക്കാരിന് യാതൊരു ബന്ധവുമില്ല, നാഷണൽ ഹൈവേ. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഞാൻ നിങ്ങളങ്ങനെ വിശ്വസിച്ചോ? നിങ്ങൾ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് വിശ്വസിച്ചോ? നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങളെ ബോധിപ്പിക്കേണ്ടതല്ല, ഈ വിഡ്ഢികളെ, അതായത് നിങ്ങളെ പോലെ വിഡ്ഢികളാണ് ബാക്കിയുള്ള കേരളത്തിലുള്ള ജനങ്ങളെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ PWDന്റെ വർക്ക് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നാഷണൽ ഹൈവേ സൗകര്യമില്ല, എല്ലാവർക്കും കാണിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. അല്ല, കാണുന്നില്ല, ഇങ്ങനെ പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളുള്ളത്. അല്ലപ്പോ നിങ്ങൾ പറയുമ്പോ തന്നെ വെച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു ഭയങ്കര വെറുതെ വർത്താനം പറഞ്ഞ സമയം വർത്താനം പറയുന്നതല്ലേ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന നഷ്ടമുണ്ടോ? ഞങ്ങൾ എന്ന് പറഞ്ഞ ഇത് നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കുമ്പോ നമ്മളുടെ ഒരു ഇങ്ങനത്തെ പൊട്ടത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വന്തമായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പണിയെടുത്ത് സ്വന്തമായിട്ടുള്ളത് കാണിക്കുക, അതിനൊരു മാന്യതയുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ ഗർഭം കൊണ്ടുപോയിട്ട് നിങ്ങൾ നല്ലത് ഇത് നമ്മളെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ്. ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ നമസ്കാരം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഓഡിയോ ക്ലിപ്പ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. സാധാരണ കൃഷി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ കൃഷിഭൂമിയിൽ വിളവിറക്കുകയും ആ വിളവ് വിളഞ്ഞ് സമൃദ്ധമായ വിള കൊയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് അഭിമാനപൂർവ്വം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കൃഷി ചെയ്യാൻ താല്പര്യമില്ലാതെ തൻ്റെ കൃഷിഭൂമിയെല്ലാം തരിശായി ഇട്ടിരിക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരുടെ വിളനിലങ്ങൾ നോക്കി അവിടെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന വിളവുകൾ കണ്ടു പറയും അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ്റെ ചില അവകാശവാദങ്ങൾ. അദ്ദേഹം തൻ്റെ FB കുറിപ്പിലൂടെ ഇപ്പോൾ ദേശീയപാതയെക്കുറിച്ചുള്ള മാഹാത്മ്യങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ, അതായത് മുംബൈ പനവേലി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാതയുടെ ഓരോ ദിവസത്തെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് നിർമ്മാണം കഴിഞ്ഞ ദേശീയപാതയുടെ ചിത്രങ്ങളെല്ലാം എടുത്ത് തൻ്റെ FB പേജിലൂടെ അദ്ദേഹം ഇട്ടുകൊണ്ട് പറയുകയാണ് കേരളത്തിൻ്റെ മഹത്തായ നേട്ടമാണ് ഈ കാണുന്നതെന്ന്. ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ദേശീയപാതയിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. PWD റോഡല്ല ദേശീയപാത എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്ഥലം എടുത്തു നൽകുന്നതിന് വേണ്ടി മാത്രം, അതായത് ദേശീയപാതയ്ക്ക് സ്ഥലം എടുത്തു നൽകുന്നതിന് 25% ഭൂമിയുടെ വില മാത്രമാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ബാക്കി 75% ഭൂമിയുടെ വില നൽകിയിരിക്കുന്നതും ഇതിൻ്റെ നിർവഹണം നടത്തുന്നതും നിർമ്മാണം മേൽനോട്ടം നടത്തുന്നതും ഗുണനിലവാരം പരിശോധിക്കുന്നതും കരാറുകാർക്ക് പണം കൊടുക്കുന്നതും നിർമ്മാണ ചെലവ് അത്രയും വഹിക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ്. എന്നിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നിരിക്കെ തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തൻ്റെ FB പേജിലൂടെ ഇത്തരം വീരസ്യങ്ങൾ അടിച്ചുവിടുന്നത്. വല്ലവിൻ്റെയും വിളനിലത്തിൽ വിളഞ്ഞു നിൽക്കുന്ന കായക്കുലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൃദ്ധമായി നിൽക്കുന്ന വിളവോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് താൻ സൃഷ്ടിച്ചതാണ് എന്ന് അവകാശപ്പെടുന്ന ഈ മേനി പറച്ചിലിനെയാണ് ഇപ്പോൾ കേരള ജനത ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ ആമുഖത്തിൽ കേട്ട ഓഡിയോ ക്ലിപ്പും അതുതന്നെയാണ്. മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച ഒരു സാധാരണ പൗരൻ ചോദിക്കുന്നതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായി പറയുന്ന കാര്യവും. എങ്ങനെയാണ് ദേശീയപാത വികസനത്തിൽ അല്ലെങ്കിൽ ദേശീയപാതയുടെ ഇപ്പോഴുള്ള ഉന്നമനത്തിലും പുരോഗമനത്തിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന് എങ്ങനെയാണ് പങ്കുള്ളത്, അത് എങ്ങനെയാണ് കേരളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമായി മാറുന്നത് എന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്ന ഒരാൾ ചോദിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടി നൽകാതെ തട്ടാമുട്ടി ഉത്തരങ്ങൾ നൽകുവാനാണ് മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലിരിക്കുന്ന ആൾ ശ്രമിക്കുന്നത്. നീ ആരാണ് അത് ചോദിക്കാൻ? നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ പിന്നെ പൊതുജനത്തിനോട് ആരാണ് മറുപടി നൽകുക? മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ വളരെ കാര്യഗൗരവത്തോടു കൂടി തൻ്റെ ഓഫീസ് സ്റ്റാഫിനെ നിയന്ത്രിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും. അങ്ങനെ മനസ്സിലാക്കാനാണ് കേരളത്തിന് താല്പര്യം. എന്തായാലും തൻ്റെ ഓഫീസിലിരിക്കുന്ന ആളുകളോട്, പൊതുജനങ്ങളോട് കുറെ കൂടി മര്യാദപൂർവ്വം പെരുമാറാൻ വേണ്ടി മുഹമ്മദ് റിയാസ് നിർദ്ദേശം കൊടുക്കേണ്ട അവസരമായിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാതയുടെ വികസനത്തിനോ അല്ലെങ്കിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ കേരളത്തിന് യാതൊരു തരത്തിലും പങ്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുമ്പോഴും ഇവിടെ
മുഹമ്മദ് റിയാസിന്, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടില്ല, നേരം വെളുത്തിട്ടില്ല, തലയിൽ വെളിച്ചം കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി വസ്തുതകളെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദേശീയപാത വികസനത്തിൽ കേരള സർക്കാരിന് കാര്യമായ പങ്കൊന്നുമില്ല. സ്ഥലം എടുത്തു കൊടുക്കുന്നതിന് 25% തുക മാത്രമാണ് കേരളം മുടക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേന്ദ്രമാണ്. സംശയമുള്ളവർക്ക് മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേശീയപാതയെക്കുറിച്ച്, കേരളത്തിൻ്റെ കാഴ്ചപ്പാടും കേരളത്തിൻ്റെ പങ്കിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന ഈ വീഡിയോ ഒന്ന് കാണാം. നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷേ അതിനർത്ഥം എന്താ? പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല. സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്, DPR തയ്യാറാക്കുന്നത്, ടെൻഡർ ചെയ്യുന്നത്, കരാറുകാരെ നിശ്ചയിക്കുന്നത്, കരാർ വെക്കുന്നത്, പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്, ഗുണനിലവാരം പരിശോധിക്കുന്നത്, അളവെടുക്കുന്നത്, കരാറുകാരന് പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി ആ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തു. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത വികസനത്തിന് ഒരു കാരണവശാലും കേരളത്തിലൊരു പങ്കില്ല. ഭൂമിയുടെ 75% വില കൊടുത്തിരിക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെല്ലാം കേന്ദ്ര സർക്കാർ തന്നെയാണ്. 25% ഭൂമിയുടെ വില മാത്രമാണ് കേരള സർക്കാർ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും മേനി പറച്ചിലിന് യാതൊരു കുറവുമില്ല. അതായത് മറ്റുള്ളവരുടെ ഗർഭം ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അത് നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മുഹമ്മദ് റിയാസ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാതങ്ങളായ ചില കഥാപാത്രങ്ങളുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി തോമയുമല്ല. എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളാണ് എന്ന് പറയുന്ന ആനവാരി തോമയെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയുമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഇത്തരം FB കുറിപ്പുകൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രി അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി നടക്കുന്ന കേരള സർക്കാരിൻ്റെ ഇത്തരം വീരസ്യങ്ങളോട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് വേണം ഈ ഓഡിയോ ക്ലിപ്പിലൂടെ സംസാരിക്കുന്ന ആ മാന്യ വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തങ്ങളെ തിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഹലോ. ഹലോ. നമസ്കാരം. ഇത് മുഹമ്മദ് റിയാസ് സാറിന്റെ നമ്പർ അല്ലേ? ഓഫീസാണ്. ഓഫീസാണല്ലേ? തിരക്കിലാണോ? സംസാരിക്കാൻ പറ്റുമോ? എന്താ കാര്യം പറയും നിങ്ങള്? അല്ല, ഈ റിയാസ് സാറ് ഈ ഇടയ്ക്ക് നാഷണൽ ഹൈവേന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നത് കാണുന്നുണ്ടേ. അതിൽ കേരള സർക്കാരിന് ഈ നാഷണൽ ഹൈവേ ആയിട്ട് എന്താ ബന്ധമുള്ളേ? കേരള സർക്കാരിന് ഈ നാഷണൽ ഹൈവേ ആയിട്ട് എന്താ ബന്ധമുള്ളേ? 5600 കോടി ചെലവാക്കിയിട്ട് നമ്മൾ ലാൻഡ് എടുത്തു കൊടുത്തു. പിന്നെ ആരാ? കേരള സർക്കാരല്ലേ എടുത്തു? ലാൻഡ് എടുത്തു കൊടുത്തേ ഉള്ളൂ അല്ലേ ഉള്ളൂ? അതിന്റെ കാൽഭാഗല്ലേ കൊടുത്തേ? അപ്പൊ അത് കൊടുക്കണ്ടേ? അതെ, അത് കൊടുത്തോ. അതിൽ ഈ പിന്നെ പണിയുന്നതുമായിട്ട് എന്താ ബന്ധമുള്ള? റോഡ് പണിയുന്നതുമായിട്ട് എന്താ ബന്ധമുള്ള? ലാൻഡ് ഇല്ലാതെ ആകാശത്ത് കൂടെ പണിയാൻ പറ്റുമോ? ലാൻഡ് ഇല്ലാതെ ആകാശത്തൂടെ പണിയെടുക്കാൻ പറ്റില്ല. പക്ഷെ 3/4% കൊടുത്ത സെൻട്രൽ ഗവൺമെന്റ് അന്നേരം അത് കേരളത്തിൽ മാത്രമേ ഈ കാൽഭാഗം കൊടുക്കുന്നുള്ളൂ. കേരളത്തിൽ മാത്രമൊന്നല്ല, അത് നിങ്ങൾ ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്നുണ്ടാ. എന്നാ പിന്നെ വേറെ ഏത് സ്റ്റേറ്റിലാണ്? ഹരിയാന കൊടുത്തിട്ടുണ്ട്, ഹരിയാന കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ആയിട്ട് കൊടുക്കൂ. പിന്നെ അതിനെന്താ നിങ്ങൾക്ക് ഡാറ്റ തരാലോ? ഏത് ഡാറ്റ വേണ്ടേ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ പ്രശ്നം? വീഡിയോ ഇട്ടതാണോ പ്രശ്നം? വീഡിയോ ഇട്ടല്ലോ. വിഡിത്ത ഇങ്ങനെ പോയി ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കില്ല. ഏത്? നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, നമ്മളെ ബോധിപ്പിക്കുന്ന നമ്മളുടെ മിനിസ്റ്റർ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് മനസ്സിലാവൂലേ? നമ്മൾ നിങ്ങളെ പോലെ വെറും പൊട്ടന്മാരാന്ന് വിചാരിച്ചിരിക്കുന്നത്.
പിന്നെ എല്ലാരും നിങ്ങളെ പോലെ മണ്ടന്മാരൊന്നല്ല, ബോധമുള്ള അല്ല, ആളുകൾ അത് കേരളത്തിലുണ്ട്. ബോധമുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാര് അത് തന്നെ മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് കേരള സർക്കാരിന് യാതൊരു ബന്ധവുമില്ല, നാഷണൽ ഹൈവേ. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളെ, നിങ്ങൾ അല്ല, ആരും ഇത് ഞാൻ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ, നിങ്ങൾ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് വിശ്വസിച്ചോ, നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങളെ ബോധിപ്പിക്കേണ്ടതല്ല, ഈ വിഡ്ഢികളെ, അതായത് നിങ്ങളെ പോലെ വിഡ്ഢികളാണ് ബാക്കിയുള്ള കേരളത്തിലുള്ള ജനങ്ങളെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ PWDന്റെ വർക്ക് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നാഷണൽ ഹൈവേ സൗകര്യമില്ല, എല്ലാവർക്കും കാണിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. അല്ല, കാണുന്നില്ല, ഇങ്ങനെ പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളല്ലത്. അല്ലപ്പോ നിങ്ങൾ പറയുമ്പോ തന്നെ വെച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു ഭയങ്കര വിഷമം പോലെ. വെറുതെ വർത്താനം പറഞ്ഞ സമയം വെറുതെ വർത്താനം പറയുന്നതല്ലേ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന നഷ്ടമുണ്ടോ? ഞങ്ങൾ കാണിക്കും. നഷ്ടം എന്ന് പറഞ്ഞ ഇത് നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കുമ്പോ നമ്മളുടെ ഒരു മിനിസ്റ്റർ ഇങ്ങനത്തെ പൊട്ടത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുജനങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പണിയെടുത്ത് അതെ ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ടുള്ളത് കാണിക്കുക, അതിനൊരു മാന്യതയുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ ഗർഭം കൊണ്ടുപോയിട്ട് നിങ്ങൾ വല്ല ഇത് നമ്മളെയാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ്. ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ കേരളത്തിലെ ഒരു പൗരന് ആരാന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? ഞാൻ ഈ നാട്ടിൽ കേരളത്തിലെ പൗരൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങൾ ആരാന്ന് ഇങ്ങനെ ഇത് കൊടുത്തപ്പോ ഞങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പൊതുജനത്തെ പിന്നെ പൊതുജനത്തിനെ ബോധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആവശ്യമില്ലാതെ ഉത്തരവാദിത്തമാണ് പൊതുജനങ്ങളെ കാണിക്കുക എന്നുള്ള അതിന്റെ പിന്നെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് പൊതുജനത്തിന്റെ കുത്തകങ്ങൾ എടുക്കണ്ട. നിങ്ങൾ പൊതുജനത്തിന്റെ കുത്തകം നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ പിന്നെ നീ ആരാ ചോദിക്കാൻ? നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പൊതുജനത്തിന്റെ ഞാൻ ഈ നാട്ടില് പിന്നെ നികുതി കൊടുക്കുന്ന പൗരനാണ്, എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. LDF സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ പഴയ പോലെ കാലത്തുള്ള പോലെ പൂട്ടി പോയിട്ടുണ്ടായിരുന്നു. LDF സർക്കാരായിരുന്നു ഇത്രയും കാലം അതിന് എതിരെ ഈ പിന്നെ ഇതിന്റെ വീതി കുറയ്ക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ സംസാരത്തിന് എനിക്ക് മറുപടി യൂണിവേഴ്സിറ്റിയാണോ അതോ പിന്നെ യൂണിവേഴ്സിറ്റി ആണോ നല്ല വിഷയം. നിങ്ങൾ ഈ വിദ്യത്തെ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾ കാണിച്ചു വരുമ്പോ പിന്നെ നമ്മൾ കാണാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ കിട്ടുന്നത്. അല്ലാണ്ട് ഒരു മിനിസ്റ്റർ ഇങ്ങനെ കടന്നിട്ട് ഈ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോ സമയം കളയാൻ എനിക്ക് സമയമില്ല. ഞങ്ങൾ ഇനി ഇടുന്നു പറഞ്ഞില്ലേ, നിനക്ക് ഒരു തർക്കം വേണ്ട, ഇനി ഇടും. ഇങ്ങനെ വിഡ്ഢികളായിട്ട് ഇട്ടോ, കാരണം പൊതുജനത്തിന് അത് മാഹി ബൈപ്പാസിൽ ഒരു വിഷയം വന്ന സമയത്ത് പറഞ്ഞു, ഇതിലൊന്നും എനിക്ക് റിയാസ് തന്നെ പറഞ്ഞു, ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ല, ഇതെല്ലാം നാഷണൽ ഹൈവേന്റെ അവരുടെ ഇതിൽ വന്നതാണ്. അപ്പൊ നല്ല വാക്കുകൾ നിങ്ങൾക്ക് PWDയിൽ ഒന്നും കാണിക്കാനില്ലാത്തപ്പോ നാഷണൽ ഹൈവേന്റെ വർക്ക് എടുത്തിട്ട് ഇങ്ങനെ വിഡ്ഢികളാകാൻ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ? പൊതുജനത്തെ ഇതൊക്കെ നിങ്ങളെ പോലെ പൊട്ടന്മാരാണെന്ന് കൈരളി ഈ പിന്നെ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരും നല്ല രസമുണ്ട്. ഞാൻ കരയോ കരയാതിരിക്കോ എന്നുള്ളതല്ലല്ലോ എന്റെ കരച്ചിലല്ലോ. നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ.